മോള് വായം തുറന്നു. വായൊന്ന് തുറക്ക്. കുറച്ചുകൂടെ. ഇനി നാവൊന്ന് പുറത്തേക്ക് നീട്ടിക്കേ. ചിലപ്പോ ഒരു ഓപ്പറേഷൻ കൊണ്ട് ശരിയാവുമായിരിക്കും. വേണോട്ടാ, വേണോട്ടൻ എന്ന് മുതലാ ENT ഡോക്ടർ ആയത്? ഇതൊക്കെ മനസ്സിലാക്കാൻ ഡോക്ടർ ആവണേ എന്നൊന്നും ഇല്ലടി, സാമാന്യ ബുദ്ധി മാത്രം മതി. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഓരോന്ന് കണ്ടാലേ അതിന്റെ അർത്ഥം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂ. നിനക്കെന്തു മനസ്സിലായെന്ന് ഞാൻ വിശദീകരിക്കണോ? അത് ഈ പിള്ളേരുടെ മുമ്പേ വെച്ച്? ഇതേ ഒരു പാവം മിണ്ടാപ്രാണിയാ. ഇതിനെങ്കിലും ഒന്ന് വെറുതെ വിട്ടേക്ക്. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? ചെയ്തിടത്തോളം മതി എന്നാ ഞാൻ പറഞ്ഞത്. കൂടുതൽ പരിശോധനയും രോഗനിർണയവും ഒന്നും നടത്തണ്ട. രോഗം ആർക്കാണെന്ന് എന്താണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. വാ മോളെ. എന്താടി? എന്നാ കൊണ്ടുപോ. നിന്റെ അമ്മയുടെ ഒരു ചായ കൊണ്ടുപോയി കൊടുറി. അതെ അതെ, വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നു. അതെ, ഇപ്പൊ ഒരാള് വന്നു. അതൊന്ന് ടോൺ മാറ്റിയേ. ആ പോയി. പറ ചക്കരെ, എനിക്കിപ്പൊ നിന്നെ കാണണമെന്ന് തോന്നുക. അയ്യോ, എനിക്ക് അങ്ങനൊന്നും വരാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഛേ, പോടത്തെ മടി. വെറുതെ കേൾക്കാനേ നല്ല രസം. സംസാരിച്ചോ, കേക്കട്ടെ. നിക്ക്. നീ ആരോടടി കൊഞ്ചിക്കൊഴയുന്നേ? അല്ല, കുറെ നേരം ആയല്ലോ തുടങ്ങിട്ട്. അത് ചോദിക്കാൻ നീ ആരാ? അത് ഞാൻ പറഞ്ഞുതരാം. നീ ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി താ. ആരോടായിരുന്നു നിന്റെ കിന്നാരം? എനിക്ക് മനസ്സില്ല പറയാൻ. നിക്കവിടെ. നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഞാനേ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കന്. അതായത് ഞാൻ ഇതുപോലൊരു പണി ചെയ്യും. ഫോണിലൂടെ തെമ്മാടിത്തരം കാണിക്കുന്നവനെ അത് ഞാനൊന്ന് പരിചയപ്പെടട്ടെ. എന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ നീ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. എന്റെ കോൾ ലിസ്റ്റ് നോക്കാൻ നിനക്ക് എന്താ അവകാശം? ഫോൺ ഇങ്ങ് തിരിച്ചു തരാനാ പറഞ്ഞു. റോഹൻ, നല്ല പേര്. ലാസ്റ്റ് കോൾ ഡ്യൂറേഷൻ 58 മിനിറ്റ്. ഫോൺ തിരിച്ചുതാ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. നിന്റെ സ്വഭാവം ഇപ്പൊ തന്നെ വളരെ കേമോ. ഇനിയിപ്പോ എങ്ങോട്ട് മാറാന്? ഇതേ സ്വഭാവം ആയിരിക്കുമല്ലോ നിന്റെ ഫ്രണ്ട്സിനും. നിന്റെ ഫോൺ സുഹൃത്തിന് ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ചെറ്റത്തരം കാണിക്കരുത്, ഇഡിയറ്റ്, സ്കൗണ്ടറൽ. എന്റെ ശരിക്കുള്ള സ്വഭാവം കാണണോ നിനക്ക്? അടിച്ച് ചേട് പൊട്ടിക്കും ഞാൻ.
ചക്കര ഉമ്മ, തേനുമ്മ, പാലുമ്മ. അയ്യ, എത്ര മധുരമായ മെസ്സേജസ്. ഉമ്മ, ചക്കരുമ്മ, തേനുമ്മ. ആ കടി നീ ഇത്രയും നല്ല സ്വീറ്റ് മാസം അയച്ചേക്കണേ. നിന്റെ കെട്ടിയവനല്ലെന്ന് എനിക്കറിയാം, പിന്നെ ആർക്കാ? അത് 2.5 വയസ്സുള്ള ഒരു കുട്ടിക്കാ, എന്റെ കൂട്ടുകാരുടെ മോന്. ആ, 2.5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ഞാനും ഒരു ഉമ്മ കൊടുക്കാം. എനിക്കും കുട്ടികളെന്ന് വെച്ചാൽ ജീവന. എന്റെ ചക്കരക്കുട്ട ഉമ്മ, 2.5 വയസ്സിൽ നീ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ആ ദാ, സെക്കൻഡുകൾക്കകം ഉമ്മകൾ തിരിച്ചു വരുന്നു. ചക്കര, പഞ്ചാര. എത്ര ലഡു വന്ന് പൊട്ടുന്നത്. കവിളിൽ മാത്രമല്ല, ചുണ്ടില്. എൻ്റെ അമ്മോ, പിന്നെ എവിടെയൊക്കെ. 2.5 വയസ്സ് മാത്രമുള്ള എൻ്റെ കള്ളക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറയടി, ഇത് ഏത് കുട്ടിയാ? ജോസ് കുട്ടിയോ, ഇബ്രാഹിം കുട്ടിയോ, അതോ കൃഷ്ണൻകുട്ടിയോ? എന്തായാലും ഈ കുട്ടിയോട് ഞാനും സംസാരിക്കട്ടെ. 2.5 വയസ്സിൽ മീശ കെളുത്തവൻ ആരാണെന്ന് അറിയണ്ടേ? നമുക്കിപ്പോൾ തന്നെ ഗിന്നസ് ബുക്കിലും ചേർത്തേക്കാം. പന്ന കഴിവറ മോനെ, 2.5 വയസ്സുള്ള നിനക്ക് പുരുഷന്റെ ശബ്ദോ? എന്നതാണ് ചക്കരെ, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ ഈ നമ്പർ വെച്ച് ഞാൻ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുക്കാൻ പോവാ. അവിടെയുള്ള പോലീസുകാർ നിന്റെ ശരീരം മാസകലം ഉമ്മ കൊണ്ട് മൂടും. നീ അത് മേടിക്കാനേ തയ്യാറായിട്ടിരുന്നോ? കേട്ടോ, 2.5 വയസ്സുള്ള കുട്ടി. ഹലോ ഹലോ, കുറച്ചു കാലമായിട്ട് നീ ഫോണിൽ മാത്രമല്ലേ ജീവിക്കുന്നത്. ഇതാണല്ലോ നിന്റെ ഓക്സിജൻ സിലിണ്ടർ. നിനക്ക് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നീ അറിയുന്നുണ്ടോടി കന്നാലി? നീയും നിന്റെ കൂട്ടുകാരിയുടെ 2.5 വയസ്സുള്ള മോനും. നീ ഇനി കുറച്ചു കാലം മൊബൈൽ ഫോൺ ഇല്ലാതെ ഒന്ന് ജീവിച്ചു നോക്ക്. എന്ത് സംഭവിക്കുന്നത് കാണട്ടെ. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ സുഖമായിട്ട് തന്നെയാ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഇനി ഇങ്ങനെ ഒരു സാധനം നിന്റെ കയ്യിൽ കണ്ടാൽ അമ്മേ, അമ്മേ, എന്താണ് കിടന്ന് ബഹളം വെക്കുന്നേ? അവൻ ആരാ അമ്മ ഈ വീട്ടില്? ആര്? അവന്റെ പേരെനിക്ക് വേറെ വായിൽ വരുന്നത്. ആ ജെയിംസ് കുട്ടി. എന്തു പറ്റി? അവൻ എന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു. അവനാരാ ഇവിടുത്തെ കാരണോരോ? എന്നിട്ട് ഫോൺ ഇവിടെ? അവൻ പിടിച്ചു വാങ്ങി വെച്ചിരിക്ക, തരുന്നില്ല. എന്നിട്ട് എന്നെ എന്റെ ഫ്രണ്ടിനെയും കുറെ ചീത്ത വിളിച്ചു. അതും എന്റെ ഫോണിൽ നിന്ന് തന്നെ. എന്താ കാര്യം? ഞാൻ ഫോണിൽ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് അവന് പിടിക്കുന്നില്ല. അസൂയ, അല്ലാതെന്താ? അല്ല, നിന്റെ ഫോൺ പിടിച്ചു വെക്കാൻ അവനെന്താ അവകാശം? അവനാണോ നിന്റെ രക്ഷകർത്താവ്? അതാ ഞാനും ചോദിക്കുന്നേ. അമ്മ അവനെ കയറൂരി വിട്ടിരിക്കുകയാണോ? പറയമ്മേ, ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ അവനോട് അങ്ങോട്ട് വഴക്കിനെന്നതല്ലോ. അല്ല അമ്മേ, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യായിരുന്നു. അവൻ എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് എന്റെ ഫ്രണ്ടിനെ 2 ചീത്ത വിളിച്ചു. തെമ്മാടിത്തരത്തിന് ഒരു അതിരില്ലേ? ആഹാ,
അവനോട് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. അവൻ അത്രക്കായോ? നിങ്ങോട്ട് മാറി. ഒന്ന് നിന്നേ. മകള് വന്ന് പറഞ്ഞപ്പോ വെളിച്ചപ്പാടിനെ പോലെ തുള്ളുന്നതിന് മുമ്പ് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്താടി ഇവള് പറഞ്ഞൊന്നും സത്യമല്ലേ? ഇവിടെ ആരാ സത്യം പറയുന്നത്? ഒരാളെങ്കിലും ഉണ്ടോ? ജെയിംസ് ഊട്ടി ഫോൺ പിടിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. എന്താടി കാരണം? പറ. മകൾക്ക് ഫോണിലെ ഇത്തിരി സൊള്ളല് കൂടുതലാ. പെൺകുട്ടികളാണെങ്കിൽ വേണ്ടില്ല, ഇത് ആൺകുട്ടികളുമായിട്ടാ. നിന്നോട് ആര് പറഞ്ഞടി ആൺകുട്ടികളാണെന്ന്? ഒരു പെണ്ണ് ഫോൺ ചെയ്യുമ്പോ മറുവശത്ത് കള്ളനാണോ കാമുകനാണോ അച്ഛനാണോ ആംഗ്ലയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കണ്ണു തുറന്ന് നോക്കണം. മക്കളുടെ കാര്യത്തിൽ കണ്ണും കാതും ഇല്ലാത്തൊരു തള്ളയെ ഞാൻ ഈ വീട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ, നിന്റെ തള്ള കണ്ണും കാതും കുറെ തുറന്നു വെച്ചതിന്റെ ഫലമാണല്ലോ നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഫോൺ കോളിന്റെ ഒരു ഇരയാ ഞാൻ. അതുകൊണ്ടാ പറയുന്നേ. എന്തായാലും നിനക്ക് സംഭവിച്ച അബദ്ധം എന്റെ പെൺമക്കൾക്ക് സംഭവിക്കില്ലടി. ഇങ്ങനെയായിരുന്നു എന്റെ അമ്മയുടെ വിശ്വാസം. എന്നിട്ട് എന്റെ ഗതി എന്തായി? പരസ്പര വിശ്വാസമോ സ്നേഹമോ നന്ദിയോ കൂറോ ഒന്നും ഇല്ലാത്തവർ താമസിക്കുന്ന തൊഴുത്തിൽ വന്ന് കിടക്കേണ്ടി വന്നില്ലേ? നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടോ? ആ തെരുവിലോട്ട് ഇറങ്ങി നോക്കടി, അവിടെ എങ്ങനെ കിടപ്പുണ്ടാവും നിന്റെ നഷ്ടപ്പെട്ട ജീവിതം. എനിക്കുണ്ടായ നഷ്ടം മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്നാ എന്റെ ആഗ്രഹം. നീരജയുടെ ഫോൺ ചെയ്യലൊക്കെ ഞാനും കാണുന്നുണ്ട്. ഏത് സമയത്ത് നോക്കിയാലും ഫോണിൽ കൂടെ ചിരി കളി വർത്തമാനം കിന്നാര്. നേരാണോടി ഇവള് പറയുന്നത്? വെറുതെ പറയൂ അമ്മേ. വെറുതെ ഒന്നും അല്ല. ഒടുക്കത്തെ ഫോൺ വിളി എവളുടെ വിവാഹ ബന്ധം തകർത്തത്. ഈ നേരം വെളുക്കുമ്പോ മുതൽ പാതിരാ വരെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ആർക്ക് വേണം? ആരെ എത്ര വിളിക്കാൻ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും അല്ലല്ലോ ഇവള്. നീ പോടി, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. നിന്നെ ഭരിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇന്നലെ വലിഞ്ഞു കയറി വന്നവളല്ലടി നീ. വലുതും തിന്ന് വെള്ളവും കുടിച്ച് മിണ്ടാതെ കിടന്നോ, അതാ നിനക്ക് നല്ലത്. എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്ത് മക്കളെ ഉപദേശിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന പണി നിർത്താതെ ഈ അമ്മയെ നന്നാവില്ല, ഈ അമ്മയുടെ മക്കളും നന്നാവില്ല. നീ നിന്റെ കാര്യം നോക്കിയാ മതി. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് പാടി. ആഹാ, ഇങ്ങനെ മക്കളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു തള്ള. നീ ഇവളുടെ ഫോൺ പിടിച്ചു വാങ്ങിയോ? ആ വാങ്ങി. എന്നിട്ടതാ ഇവിടെ? ഞാൻ എന്റെ മുറി കൊണ്ട് ഭദ്രമായിട്ട് പൂട്ടി വെച്ചു. ഇവളുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ നിനക്ക് എന്താണ് അധികാരം? അപകടം പിടിച്ച സാധനങ്ങള് കുട്ടികളുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ച് അവർക്ക് എത്താത്ത എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കും, അല്ലേ? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? അതിൽ ഇത്ര ശോഭിക്കാനും അതിശയിക്കാനും ഒക്കെ എന്തിരിക്കുന്നു? ഇവിടെ അവിടെ നിൽക്കാൻ. മൊബൈൽ ഫോൺ അപകടം പിടിച്ച സാധനമാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ആണെങ്കിൽ തന്നെ നീ ഈ വീട്ടിൽ വലിയ രക്ഷകർത്താവൊന്നും കളിക്കണ്ട. ഈ വീട്ടില് ഒരു രക്ഷകർത്താവിന്റെ കുറവ് ശരിക്കുമുണ്ട്. അത് ഞാനിവിടെ വന്നു കയറിയപ്പോ തന്നെ മനസ്സിലാക്കിയതാ. പിന്നെ മൊബൈൽ ഫോൺ അപകടം പിടിച്ച സാധനമാണെന്ന് ചോദിച്ചാൽ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ചിലരുടെ കയ്യിൽ കിട്ടുമ്പോ അപകടം പിടിച്ചത് തന്നെയാണ്. എന്റെ മക്കൾക്ക് അപകടം വരാതെ നോക്കാൻ എനിക്കറിയാം. നീ ആരുടെ എന്റെ മക്കളെ ഭരിക്കാൻ? വലിയ ആദർശം പറയുന്ന ഇവൻ എന്താ ചെയ്തേ? ആരെ അറിയിക്കാതെ മഹിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇവിടെ കയറി കൂടിയവനല്ലേ ഇവൻ? ഇവനുണ്ടാക്കിയ അത്രയും അപകടം ഇവിടെ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എടി, ഒരു പെണ്ണിന് നല്ലൊരു ഭർത്താവിനെ കിട്ടുന്ന അപകടമാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാ. ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരുന്ന് 24 മണിക്കൂറും ഫോണിലൂടെ അന്യപുരുഷന്മാരുമായിട്ട് ശൃംഖരിക്കുന്നതാണ് സുരക്ഷിതമെങ്കിൽ നീ ഇപ്പൊ വളരെ സുരക്ഷിത. ഇവള് ശൃംഖരിക്കാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് മാത്രം മതി. എന്റെ അമ്മായിമ്മയ്ക്ക് ഇല്ലാതെ പോയതും ആ ഒറ്റ സംഗതി. ഞാൻ ബദിരന്റെ പൊട്ടനൊന്നുമല്ല. കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെ ഒക്കെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഇവിടെ നടക്കുന്നതിന്റെ അർത്ഥവും വ്യാകരണവും ചെകയാൻ നീ മെനക്കെടണ്ട. ചികഞ്ഞു നോക്കിയാൽ നാറുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് അക്കവിട്ട് പറയണോ ഞാൻ? വേണോ? ഇവിടെ അങ്ങനെ പലതും നടക്കും. നീ അതിലൊന്നും ഇടപെടണ്ട. പക്ഷെ പെൺമക്കളുടെ കാര്യത്തില് പെറ്റതള്ളെങ്കിലും ഇടപെടണ്ടേ അമ്മായിമ്മേ? ഇവളുടെ ഫോൺ വല്ലപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിനകത്തെ നിറയെ ഉമ്മയെ. അതേന്ന് പാലുമ്മ, തേനുമ്മ, ചക്കരയുമ്മ, പഞ്ചാരയുമ്മ, അമേരിക്കൻ ഉമ്മ, ഫ്രഞ്ച് ഉമ്മ, ഇംഗ്ലീഷ് ഉമ്മ. സ്വന്തം കെട്ടിയോന്റെ ഉമ്മ മാത്രം അവക്ക് വേണ്ട. നിങ്ങൾ ഒറ്റ ഒരുത്തി എവിടെ ഇത്ര വഷളാക്കിയത്? ഞാൻ വഷളാക്കിയെങ്കിലേ ഞാൻ തന്നെ നന്നാക്കി എടുത്തോളാം.
നിന്റെ സഹായം വേണ്ട. ഒരാളെ നശിപ്പിക്കാനല്ലാതെ നന്നാക്കാൻ ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇവളെ നന്നാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയായിട്ടാ ഞാൻ ഇവളുടെ ഫോൺ വാങ്ങി വെച്ചത്. ഈ ഫോൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സാധനമാണ്. പെൺമക്കൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോന്നൊക്കെ അമ്മമാര് വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കണം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മകൾ ഇപ്പൊ വിധവയെ പോലെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്റെ സ്വന്തം വീട്ടിലെ വന്ന് നിൽക്കുന്നേ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ നിനക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. നിന്റെ ജീവിതം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നിനക്ക് അതിന്റെ വില മനസ്സിലാകത്തുള്ളൂ. നീ എനിക്ക് ജീവിതം ഒന്നും ഉണ്ടാക്കി തരണ്ട. അയ്യോ സോറി, എനിക്കൊരു ജീവിതം ഉള്ളത് നിന്റെ അനിയത്തിക്ക് കൊടുത്തു പോയല്ലോ. ഇനി നീ എത്ര വിചാരിച്ചാലും രക്ഷയില്ല. നീ ഇവളുടെ ഫോൺ തിരിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. വാങ്ങിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മാത്രം മതി, ഇവളുടെ കാൽച്ചുവട്ടി കൊണ്ടുവന്ന് വെക്കും അവളുടെ ഫോൺ. കൊള്ളാം. പോലീസുകാർക്ക് അത്യാവശ്യം കണ്ട് രസിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ അതിലുണ്ട്. ഞാൻ തന്നെ അവരെ കാണിച്ചു കൊടുക്കാം. പാവം പോലീസുകാർക്ക് വല്ലപ്പോഴും ഒക്കെ ഇത്തിരി തമാശ കാണണ്ടേ? നിക്ക്. നീ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാലും നീ മര്യാദ പഠിക്കൂ. പോലീസ് വന്നാ എന്നെ ഇടിച്ചു പൊടിച്ച് മൂക്കിൽ വലിച്ചു കയറ്റുന്നാണോ നീ കരുതിയത്? ഞാൻ തന്നെ ഒരു പോലീസാ. CID. CID മൂസയല്ല, CID ജെയിംസ് ഊട്ടി. പേടിക്കണ്ട, ഒരു വീട്ടിലൊരു CID ഉള്ളത് നല്ലതല്ലേ? പിന്നെ നീ പറഞ്ഞ പീഡനത്തിന്റെ കംപ്ലൈന്റ് അതിങ്ങ് എഴുതി തരുവാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് സ്റ്റേഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ പോകുന്നത്. കുഴപ്പമില്ല മോളെ, കുറച്ചു ദിവസം കൊണ്ടങ്ങ് ശരിയായിക്കോളും. കുറച്ച് വേദനയുണ്ട്. നമ്മൾ ഇതിനേക്കാളൊക്കെ എത്രയോ വേദന സഹിച്ചതാ മോളെ. അയ്യോ അയ്യോ, വേണ്ട. വീഴാൻ തുടങ്ങുന്ന കണ്ട് പിടിച്ചു പോയതാ. സാരമില്ല, ഞാൻ പിടിച്ചെടുത്താം. വേണ്ട, സഹായിക്കാൻ ഇവളുണ്ട്, അത് മതി. പോരെന്ന് തോന്നിയാൽ എന്നോട് പറഞ്ഞേക്കും. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ക്രച്ചസില്ലാതെ നടക്കുമ്പോ ആദ്യം ഒന്നും ബാലൻസ് കിട്ടില്ല. കുറെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ശ്രദ്ധിക്കണ്ടേ? പതുക്കെ നടന്നു നോക്കുമായിരുന്നു ആൻറ്റി. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും അമ്മു. സന്തോഷിക്കാൻ എനിക്കിനി
എന്താ എൻ്റെ ഉള്ളത്? എന്നെ സ്നേഹിച്ചവരെയെല്ലാം വേർപിരിഞ്ഞു പോവാനാ എന്റെ വിധി. എന്തൊരു തലയിലെടുത്ത അത്. ആദ്യം അമ്മ പോയി, പിന്നെ അച്ഛൻ, ഒടുവിൽ എന്റെ കഴുത്തിൽ മിന്നിയെട്ടിയാളും പോയില്ലേ. നീ ഇങ്ങനെ നിരാശപ്പെടരുത്. ഇനിയും എത്രയോ പേരുണ്ട് നിന്നെ സ്നേഹിക്കുന്നവർ. ഞങ്ങളൊക്കെ ഇല്ലേ? ഈ പെൺകുട്ടിയോ? ഇവളുടെ ഇനിയുള്ള ഒരേ ഒരു ആശ്രയം നീയല്ലേ. വേറെ ആരുണ്ട് ഇവൾക്ക്? ഇവളുള്ളതുകൊണ്ടാ ഞാനിപ്പോഴും ജീവനോടിരിക്കുന്നത്. ഇനി ഇവൾക്ക് വേണ്ടിയ എന്റെ ജീവിതം. ഇവൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുത്തു കൊടുക്കണം. പറ്റിയ ഇവളെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിക്കണം. പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ.